അർജുനായുള്ള തെരച്ചിൽ 9ാം നാൾ. ഗംഗാവലി പുഴയിൽ തെരച്ചിലിനായി 2 ബൂം മെഷീനുകൾ എത്തിച്ചു. സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മണ്ണ് നീക്കി പരിശോധന. ഇന്ന് കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് സഹോദരി ഭർത്താവ് ജിതിൻ. തെരച്ചിലിൽ കാലതാമസമില്ലെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതി. ബജറ്റിൽ NDA ഇതര സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്ന് കാട്ടി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം. ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമുള്ള ബജറ്റെന്ന് മല്ലികാർജുൻ ഖാർഗെ. ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാനാകില്ലെന്ന് ധനമന്ത്രിയുടെ മറുപടി. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യം. ഹർജി നൽകിയത് റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാനിരിക്കും. ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ നടപടി. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെ സസ്പെൻഡ് ചെയ്തു. തോട്ടിലെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. നടപടി കോർപ്പറേഷന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നു. ഇടുക്കി മറയൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. നിർമ്മാണത്തിലിരുന്ന റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തിരുവനന്തപുരം മംഗലാപുരം ടെക്നോസിറ്റി ക്യാമ്പസിൽ കാട്ടുപോയി.